everyone, welcome to my YouTube channel. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ കണ്ണിന് ചുറ്റുമുള്ള കറുപ്പ് പോകാൻ പറ്റിയ വെരി സിമ്പിൾ ആയിട്ടുള്ള ഒരു ടിപ്പാണ് കേട്ടോ. ഒരാഴ്ച ഇത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ തന്നെ നന്നായിട്ട് തന്നെ കറുപ്പ് പോകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വൈകാതെ തന്നെ വീഡിയോയിലോട്ട് പോയിട്ടെന്നല്ല. അപ്പോൾ അതിനായിട്ട് ആദ്യം എടുക്കേണ്ടത് കുക്കുംബറാണ് കേട്ടോ. അപ്പോൾ ഇത് ഫുള്ളും വേണ്ട, ഇതിൻ്റെ ഹാഫ് മതിയാവും കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തിട്ട് ഇതിന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അതിൻ്റെ തൊലി ഉണ്ടെങ്കിലും പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് വാഷ് ചെയ്തെടുക്കണമെന്നേ ഉള്ളൂ. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുത്തിട്ട് വരാം കേട്ടോ. ഇനി കട്ട് ചെയ്തിട്ട് ഒരു ജാറിലേക്ക് ഇടാം. ഇനി ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടത് മിൻറ്റ് ലീവ്സ് ആണ് കേട്ടോ. ഒരു 5-6 മിൻറ്റ് ലീവ്സ് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ട് വരാം. ഇപ്പോൾ ഇതിലേക്ക് പ്രത്യേകിച്ച് വെള്ളമൊന്നും ആഡ് ചെയ്യേണ്ട കേട്ടോ. കുക്കുംബറിൽ അത്യാവശ്യം വെള്ളമൊക്കെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് വെള്ളമൊന്നും ആഡ് ചെയ്യേണ്ട കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തിട്ട് വരട്ടെ കേട്ടോ. ഇതാ കണ്ടോ, ഒട്ടും വെള്ളം ചേർത്തിട്ടില്ല, പക്ഷെ നല്ല ജ്യൂസ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് അരിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഒരു അരിപ്പ എന്തെങ്കിലും കൊണ്ട് നന്നായിട്ട് അരിച്ചെടുക്കട്ടെ. അരിപ്പ അല്ലെങ്കിൽ തുണിയോ അങ്ങനെ വെച്ച് എന്തെങ്കിലും വെച്ച് ഒന്ന് അരിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇതാ നമുക്ക് ഇത്രയും ജ്യൂസ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇത് തന്നെ ധാരാളമാണ് കേട്ടോ. ഇപ്പം ഞാൻ ഒരു 2-3 ദിവസത്തേക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് ഉണ്ടാക്കിയേക്കണത്. ഇത് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. അപ്പം നമ്മൾ യൂസ് ചെയ്യുന്നതിന് മുന്നേ നമുക്കിത് കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ചൊന്ന് കൂളാക്കാം കേട്ടോ. നമ്മുടെ കുക്കുംബർ മിൻറ്റ് ലീവ്സ് ജ്യൂസ് ഇവിടെ ഇത്രയും കിട്ടിയിട്ടുണ്ട് കേട്ടോ. കാണാൻ പറ്റുന്ന പറയുമ്പോൾ മറിഞ്ഞു പോകും. ഇത് ഞാൻ കുറച്ചൊന്ന് ഫ്രീസറിൽ വെച്ചൊന്ന് കൂളാക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതേപോലെ ഒരു കോട്ടൺ ബൗൾ എടുക്കാം. അതിലിങ്ങനെ ജസ്റ്റ് ഒന്ന് മുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് കണ്ണിന് ചുറ്റും ഇതേപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. നല്ല എഫക്റ്റീവ് ആണ്. നമ്മൾ ഒരു ആഴ്ച ഒന്ന് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു മാറ്റം ഉണ്ടാവും. ഇത് മോർണിംഗിലാണ് കേട്ടോ നമ്മൾ ചെയ്യേണ്ടത്. ഇത് വേണമെങ്കിൽ നമുക്കൊരു ഐസ് ക്യൂബ് പോലെയൊക്കെ ചെയ്യാവുന്നതാണ് കേട്ടോ. ഒരു ഐസ് ക്യൂബ് ട്രെയിൽ ഉണ്ടല്ലോ, ഐസ് ക്യൂബ് ട്രെയിൽ ഇതേപോലെ കുറച്ച് ക്വാണ്ടിറ്റിയിൽ കൂടുതൽ ഉണ്ടാക്കിയിട്ട് നമുക്കൊന്ന് ഫില്ല് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഐസ് ക്യൂബ് പോലെ നമുക്ക് എടുത്ത് ഒന്ന് റബ്ബ് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. അതും അടിപൊളിയാണ്. അപ്പൊ അങ്ങനെ നമുക്ക് 2 രീതിയിൽ ഇത് യൂസ് ചെയ്യാം കേട്ടോ. അപ്പൊ ഇതൊരു നല്ലൊരു ടിപ്പാണ് കേട്ടോ. നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. സോ അപ്പൊ ഈ വീഡിയോസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ. പിന്നെ എന്റെ ഇൻസ്റ്റാഗ്രാം പേജും ഫേസ്ബുക്ക് പേജും ഫോളോ ചെയ്യാത്തവരാണെങ്കിൽ അതുകൂടി ഒന്ന് ഫോളോ ചെയ്തേക്കണേ. അപ്പൊ നെക്സ്റ്റ് നല്ലൊരു കണ്ടന്റ് ആയിട്ട് ഞാൻ വേഗം വരുന്നതായിരിക്കും കേട്ടോ. അതുവരേക്കും ബൈ.